ഒരു നൂലുകെട്ടിന് പോകാൻ ഇറങ്ങിയതാണേ. കാട്ടാക്കടയിലേക്കാണ് പോവേണ്ടത്. ഇവിടെ നമ്മുടെ അട്ടക്കുളങ്ങര വന്ന് കുഞ്ഞിന് വേണ്ടുന്ന സാധനമൊക്കെ മേടിച്ച് തിരിച്ചിറങ്ങി. നല്ല ചൂടല്ലേ. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഏകദേശം 11 മണിയൊക്കെ ആകാറായായിരുന്നു. വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ പതുക്കെ ഡ്രൈവ് ചെയ്ത് നരുവാമൂടൊക്കെ എത്തി. ഇപ്പം വീണ്ടും വണ്ടി ഒന്ന് നിർത്തി ബാക്കിയുള്ള വെള്ളവും കൂടെ കുടിച്ച്. നല്ല ചൂടുണ്ടേ. പിന്നെ നേരെ അങ്ങോട്ട് വണ്ടി വിട്ടു. അവിടെ വയ്ക്കാനോ? ഏതാ വീട്? അങ്ങനെ അവിടെ എത്തി. അമ്മയും കുഞ്ഞിനെയൊക്കെ കണ്ടു. കുഞ്ഞിന് കൊടുക്കാനുള്ള ഗിഫ്റ്റൊക്കെ കൊടുത്ത് അങ്ങനെ എല്ലാവരെയൊക്കെ കണ്ട് ഇങ്ങനെ അവിടെ ഇരുന്ന് പിന്നെ ഫുഡൊക്കെ കൊടുക്കാൻ തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. വീഡിയോ എടുക്കട്ടെ. തിരിച്ച് അവിടുന്ന് പോകാനായിട്ട് ഇങ്ങനെ ഇറങ്ങി. ഇനിയിപ്പോൾ നേരെ മറ്റേ സ്ഥലത്തോട്ട് പോകാല്ലേ? നമ്മളെ കണ്ടിട്ട് അവൻ പേടിച്ചു പോന്ന്. അയ്യോ പാവം. എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു അവനാണോന്ന്. പഴയ കണക്കുണ്ടായിരുന്നു പറഞ്ഞിട്ട് 150 രൂപ ചോദിക്കായിരുന്നു. ഇത് പ്രജീവിന്റെ കുഞ്ഞിന്റെ നൂലുകെട്ടനാ ഇന്ന് പോയത്. മുങ്ങി വേണ്ടേന്നാലും എങ്ങനെയെങ്കിലും പോയാൽ മതി അവിടെ നിന്ന്. അപ്പോഴാണ് അന്നാണ് ചിക്കൻ പനിയ വന്ന് ഞാൻ കുറച്ച് കറക്റ്റ് പോണോ പോയിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞ് ഇത് വിഷയമാണ് ചേച്ചി. ഇത് വൈകുന്നേരം യൂട്യൂബിൽ കാണും. എന്നിട്ട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെയല്ലേ അതിൻ്റെ കത്തി എടുത്ത് കത്തിച്ച് കളഞ്ഞത്, കീറി കളഞ്ഞത് ഹോട്ടൽ മാനേജ്മെന്റിന്റെ? ഇല്ല ഉണ്ടത്. ഇല്ല സത്യം കുറച്ചുകൂടെ സൂം ചെയ്ത് നോക്കി. കറക്റ്റ് ഉണ്ട് കുറ്റവാളി. അത് എന്നിട്ട് ഈ പുള്ളിക്കാരൻ വന്നിട്ട് ചേച്ചി ഒരു 100 രൂപ മാറ്റി ഗവൺമെന്റ് കൊച്ചിങ്ങോട്ട് എന്നിട്ട് പറഞ്ഞു 100 രൂപയുണ്ടെന്ന് നോക്കി. 100 രൂപ മാറ്റിട്ട് അകത്തോട്ട് പോയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞ് വിട്ടുവാന്ന് പറഞ്ഞു. നമ്മൾ ഓർമ്മയുണ്ടോ 100 ആരും വാങ്ങിച്ചു കൊച്ചിങ്ങോട്ട്? പോയി. അല്ല അതൊന്നുകൂടെ പറഞ്ഞ എന്തോ ചോദിച്ചേ? നല്ല സ്കൂളല്ലേ? പൈസ നല്ല സ്കൂളാ. ഇതിലും വലിയ മറുപടിയുള്ള സ്വപ്നങ്ങളിൽ മാത്രം. അതല്ല അവിടെ ആണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ അവിടെ ആണെന്ന് പറഞ്ഞു. അപ്പൊ പ്രജീഷ് എന്തോ അപ്പൊ ചോദിച്ചേ? സ്റ്റാൻഡേർഡ് സ്കൂളല്ലേ? അപ്പൊ എനിക്ക് തോന്നിയത് ചേച്ചിക്ക് അവിടെ പഠിപ്പിക്കാനുള്ള അത്രയും സ്റ്റാൻഡേർഡ് ഇല്ല എന്ന അർത്ഥത്തിലാണ് വാച്ചത് ചോദിച്ചത്. നീ പറഞ്ഞോ? ആര് സംസാരിക്കോ അവരുടെ തുണ്ടായിരിക്കും. ജോയിയുടെ രണ്ടാമത്തെ കുഞ്ഞിന്റെ പേര് ഇവൻ ഹോസ്പിറ്റലിൽ നിൽക്കുവാ, പ്രസവിക്കാറായി. അപ്പൊ ഇവൻ പേരിട്ട് എന്തോന്നറിയോ? ജാനെന്നുള്ള തിരിച്ചിങ്ങിട്ട് നാച്ച്. വീഡിയോ എടുക്കാറില്ല, നേരെ നിൽക്കാനും പറ്റില്ല. ചമ്മലൊക്കെ തോന്നുന്നു. ചേച്ചിക്ക് ഇപ്പൊ നാണോമാനില്ലെന്ന് അതൊട്ടുമില്ലല്ലോ. എന്താ വൈകുന്നേരം ഇതിന് നല്ലൊരു പാട്ട്. പാട്ട് പറ. ഏത് പാട്ടെന്ന് പറ. ചേച്ചി ആവശ്യം അങ്ങനെ നമ്മള് കാണിക്കില്ല. അല്ല അതെങ്ങനെ ഒന്നുകൂടെ കാണിച്ചു. വരുമ്പോ ഇങ്ങനെ ഫോട്ടോ കൊണ്ട് ജീപ്പയിൽ ചേച്ചി കണ്ടിട്ടുണ്ടായിരിക്കും. നീ കണ്ടിട്ടുണ്ടെങ്കിലേ ആരാ എന്താ അവിടുത്തെ കാണിച്ചിരുന്നുണ്ട് പെൺകുട്ടിയുടെ? അത് ക്യൂട്ട് വരുത്തുന്നത് മര്യാദക്ക് നിന്നാ ക്യൂട്ടുണ്ട്. ഇങ്ങനെ എവിടെ നിന്ന് ക്യൂട്ട് വരുന്നത്? അവരിവിടെ സെൽഫി ക്യാമറ നീയുണ്ട്. ഞാനിവിടെ പിടിച്ചേറ്റാൻ വേണ്ടി നിൽക്കാൻ ഓടിവാ. ഇവിടെ ചോറും കറി വെച്ചിട്ടുണ്ട്. ഇവിടെ തേര് കയറുമ്പോൾ വിശക്കും. അപ്പൊ അടുത്ത് കഴിച്ചിട്ട് പോയി.
ഫോട്ടോ ഫോട്ടോ ഇവിടെ 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 ഇനി എങ്ങോട്ട് നോക്കി ആ നിഹാൻ അല്ലേ? ചെരുപ്പുണ്ട് പണ്ട് മോനായിട്ട് ചെരുപ്പ് പോലെ. ചേച്ചി രമേശ ഗസ്റ്റായിട്ടിരുന്നു തിരിച്ച് വീട്ടിലോട്ട് പോകാൻ ഇറങ്ങി കേട്ടോ. പ്രാവശ്യമ്പലം എത്താറാവുമ്പോണ്ടല്ലോ അവിടെ ആ റോഡ് കുറച്ച് പ്രശ്നമാണ്. ഇവിടെ നിന്ന് നേരെ ട്രാവൻകൂർ മാളിലേക്കാണ് പോയത്. നേരെ പോയി സ്റ്റുഡിയോയിൽ കയറി അവിടുത്തെ കളക്ഷൻസ് ഒക്കെ കണ്ടു. ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. എന്താ ഒന്നും ഇഷ്ടപ്പെട്ടില്ലേ? ഒരു യൂട്യൂബർ അല്ലേ കുഞ്ഞിരി എവിടെ പോവാ? ഇടയ്ക്കൊരു ഫലൂഡയാണ് ഓർഡർ ചെയ്തത്. ഫലൂഡയും മേടിച്ചു, പാനിപൂരി. ഞാനൊന്നും മേടിച്ചൊന്നുമില്ല കേട്ടോ, കാരണം എൻ്റെ വയറ് ഫുള്ളായിരുന്നു. അവിടുന്ന് നന്നായിട്ട് കഴിച്ചായിരുന്നു. ഫ്രൈഡ് റൈസ് ആയിരുന്നു. ഫ്രൈഡ് റൈസ്, ചിക്കൻ, സലാഡ്, പിന്നെ വേറെ എന്തായിരുന്നു, പപ്പടം, പായസം. പിന്നെ ഞങ്ങൾ താഴെ വന്നിട്ട് ഐസ്ക്രീം മേടിച്ചു കേട്ടോ. ഇവിടുത്തെ ഐസ്ക്രീമിന് നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്താണെന്ന് അറിയത്തില്ല, അടിപൊളി ഐസ്ക്രീമാണ്. വീണ്ടും വീണ്ടും നമുക്ക് കഴിക്കാൻ തോന്നും. ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞോ? ഇച്ചിരി ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തപ്പോൾ എൻ്റെ ഇരുന്ന് ഓർമ്മ മുഴുവൻ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് പിന്നെ നേരെ വീട്ടിലേക്ക് ഇറങ്ങി കേട്ടോ. റോഡ് ക്രോസ് ചെയ്ത് ഞാൻ പോയി വണ്ടി എടുത്തു. അപ്പം തന്നെ 5 മണിയായി. പിന്നെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് തന്നെ ഒരു പ്രാവശ്യം കൂടെ വണ്ടി നിർത്തേണ്ടി വന്നു. ഒരു ബേക്കറിയിൽ കയറി ചായ കുടിക്കാനുള്ള, ചായക്ക് വേണ്ടിയുള്ള സംഭവങ്ങളൂടെ മേടിച്ച് പോന്നു.